Hi students, welcome back to our GS class. Today we are going to start with a new topic, that is leaf. Okay, in the previous class we are already studying about root, stem, what are the different types of roots and their functions, and stem and the functions of stem. Okay, next is leaf and the functions of leaves. Okay. Most of the plants have green leaves. നമുക്കറിയാം മിക്കവാറും എല്ലാ പ്ലാന്റ്സിന്റെ ലീവ്സിന് എന്ത് കളറാണ്? ഗ്രീൻ കളറാണ് അല്ലേ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. ആ ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. പ്ലാന്റ്സ് മേക്ക് their food in the leaves. പ്ലാന്റ്സിൽ എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ the leaves are called food factories of a plant. അതുകൊണ്ട് ലീവ്സിനെ പറയുന്നത് ഫുഡ് ഫാക്ടറീസ് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് ലീവ്സ് ആണ്. ഓക്കെ, you would have noticed that different plants have leaves of different shapes and sizes. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പല പ്ലാന്റ്സിന്റെ ലീഫ് എന്താ പല സൈസിലും പല ഷേപ്പിലും ഒക്കെ ആയിരുന്നു. ഓക്കെ, a banana plant has very big leaves. ഏറ്റവും ബിഗ് ലീഫ് ഉള്ള ഏത് പ്ലാന്റിനാണ്? ബിഗ് ലീഫ് ഉള്ളത് ബനാന പ്ലാന്റിന്റെ ലീഫാണ് ഏറ്റവും ബിഗ് ആയിട്ടുള്ള ലീഫ് ഉള്ളത്. ഓക്കെ, ദ മിന്റ് പ്ലാന്റ് ഹാസ് സ്മോൾ ലീഫ്. മിന്റ് പ്ലാന്റിന് എങ്ങനെയാണ്? മിന്റ് സ്മോൾ ലീവ്സ് ആണ്. We can see different types of plants and different types of leaves. Okay, there is a picture in your textbook. Can you see this? Leaf. Take a leaf and observe it carefully. നമ്മളൊരു ലീഫ് എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് പാർട്സ്. അതായത് ഒരു ലീഫിന് പല പല പാർട്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ ഫ്ലാറ്റ് ബ്രോഡ് പോർഷൻ ഈസ് കോൾഡ് ലീഫ് ബ്ലേഡ്. അതായത് ലീഫിൻ്റെ ആ ഫ്ലാറ്റ് ബ്രോഡ് പോർഷന് പറയുന്ന പേരാണ് ലീഫ് ബ്ലേഡ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ബാക്ക് ഓഫ് ദ ലീഫ്. എന്നിട്ട് ലീഫിനെ ഒന്ന് നമ്മൾ തിരിച്ചിട്ടേച്ച് ലൈനൊന്ന് മറിച്ചിട്ടേച്ച് അതിൻ്റെ പുറകുവശം ഒന്ന് നോക്കണം, ബാക്ക് സൈഡ് നോക്കണം. യു വിൽ സി എ തിൻ ലൈൻ റണ്ണിങ് ഇൻ ദ മിഡിൽ. അതായത് ഒരു നല്ല കട്ടിയുള്ള ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് midrib or main vein. This is the, can you see this? This is the midrib or main vein. Okay, midrib or main vein. Okay, can you see this? This is midrib or main vein. Next is, from the sides of this main vein many small veins. അതായത് ഇതിൻ്റെ സൈഡിൽ നിന്ന് കണ്ടോ സ്മോൾ വെയിൻസ് കണ്ടോ? ക്യാൻ യു സീ ദിസ്? ദീസ് ആർ ദ സ്മോൾ വെയിൻസ് ബ്രാഞ്ച് ഔട്ട്. ഈ മെയിൻ വെയിനിൽ നിന്ന് സ്മോൾ വെയിൻസ് കണ്ടോ? ദീസ് ആർ സൈഡ് വെയിൻസ്. ഓക്കെ, ദീസ് ആർ സൈഡ് വെയിൻസ്. ഓക്കെ, വെയിൻസ് ക്യാരി ഫുഡ് ആൻഡ് വാട്ടർ വിത്തിൻ ദ ലീവ്സ്. അതായത് ലീഫിലോട്ടുള്ള ഫുഡും വാട്ടറും എത്തുന്നത് ഇതിലൂടെയാണ്, വെയിനിലൂടെയാണ് എത്തുന്നത്. The leaves also have small opening called stomata. ലീവ്സിലുള്ള സ്മോൾ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് സ്റ്റൊമേറ്റ. ഓക്കെ, we cannot see the stomata. We can see the stomata under the microscope. Okay, this is the structure of a leaf. Next is functions of leaf. What are the functions of leaf? Leaves are the food factories of the plant. ഒരു ലീഫിൻ്റെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് ലീവ്സ് ആണ്. ദേ മേക്ക് ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്രീൻ സബ്സ്റ്റൻസ് കോൾഡ് ക്ലോറോഫിൽ. അതായത് ഒരു ലീഫിലാണ്, ഒരു പ്ലാന്റിൻ്റെ ലീഫിലാണ് സൺലൈറ്റും എയറും വാട്ടറും ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിൻ്റെ പ്രസൻസിൽ? ക്ലോറോഫിൽ. പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന് പറയുന്ന പേരാണ് ക്ലോറോഫിൽ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് plants give out
ഓക്സിജൻ ഗ്യാസ്. അതായത് ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ പ്ലാന്റ്സ് വെളിയിലേക്ക് വിടുന്ന ഗ്യാസാണ് ഓക്സിജൻ. പക്ഷെ ഫോട്ടോസിന്തസിൽ അവർ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. ലീവ്സ് സ്റ്റോർ എക്സ്ട്രാ ഫുഡ് മെയ്ഡ് ബൈ ദം. അതായത് ലീവ്സ് അവർ പ്രിപ്പയർ ചെയ്ത എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് സ്പിനാച്ച് ആൻഡ് ക്യാബേജ്. ഓക്കെ. ലീവ്സ് സ്റ്റോർ എക്സ്ട്രാ ഫുഡ്. ഓക്കെ. സ്പിനാച്ച് ആൻഡ് ക്യാബേജ്. ലീഫിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്പിനാച്ചിലും ക്യാബേജും. ഓക്കെ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ഇൻ ലീവ്സ്. Next is flowers. Can you see this? Flowers. Most plant bear flowers. Okay. മിക്കവാറും പ്ലാന്റ്സിലൊക്കെ എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്. അതായത് ന്യൂ പ്ലാന്റ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫ്ലവേഴ്സ്. നമുക്കറിയാം ഫ്ലവേഴ്സിൽ നല്ല കളർഫുള്ളാണ്, നല്ല ഫ്രാഗ്രൻസ് ഒക്കെ കാണും. അപ്പം ബട്ടർഫ്ലൈസ് ഒക്കെ ഇത് കണ്ട് അട്രാക്റ്റ് ചെയ്ത് വന്ന് ഫ്ലവേഴ്സിലിരിക്കും. അതിനുശേഷം ഈ ഫ്ലവേഴ്സ് പോയി കഴിയുമ്പോൾ അവിടെ എന്ത് കാണും? സീഡ് കാണും. ഓക്കെ. ഈ സീഡിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്? ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ടു ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സ് ആണ് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. ഫ്രൂട്ട്സ് ഹാവ് സീഡ് ഇൻസൈഡ് ദം. അതായത് ഫ്രൂട്ടിനുള്ളിൽ എന്തുണ്ട്? സീഡുണ്ട്. സീഡ്സ് ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്. സീഡിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. ബ്രൊക്കോളി ആൻഡ് കോളിഫ്ലവർ ദാറ്റ് വി ഈറ്റ് ആർ ഫ്ലവേഴ്സ് ഓഫ് ദെയർ പ്ലാന്റ്. ബ്രൊക്കോളി കോളിഫ്ലവറും എന്താണ്? ഫ്ലവേഴ്സ് ആണ്. ഓക്കെ. ബ്രൊക്കോളി ആൻഡ് കോളിഫ്ലവർ. ബ്രൊക്കോളി കോളിഫ്ലവർ എന്താണ്? ഫ്ലവേഴ്സ് ആണ്. ഓക്കെ. These are the functions of flowers. Next is fruits and seeds. Can you see this? When you cut a ripe mango, what do you find inside? നിങ്ങളൊരു നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ എടുത്ത് മുറിക്കുമ്പോൾ എന്താ കാണുന്നത്? മാംഗോ ഹാസ് വൺ സീഡ്. മാംഗോയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു സീഡ് കാണാൻ പറ്റും. ഓക്കെ. ക്യാൻ യു സീ ദിസ്? മോസ്റ്റ് ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ്. എല്ലാ ഫ്രൂട്ട്സിലും എന്തുണ്ട്? മിക്കവാറും എല്ലാ ഫ്രൂട്ട്സിലും സീഡുണ്ട്. ഓറഞ്ച് ആൻഡ് ലെമൺസ് ഹാവ് ഫ്യൂ സീഡ്സ്. ഓറഞ്ചിലും ലെമണിലും കുറച്ച് സീഡ് കാണും. പപ്പായ, പോമിഗ്രാനൈറ്റ്, ജാക്ക് ഫ്രൂട്ട് ആൻഡ് വാട്ടർമെലൺ ഹാവ് മെനി സീഡ്സ്. ക്യാൻ യു സീ ദിസ്? Pomegranate. Can you see this? ഇതിൽ ഒരുപാട് സീഡ്സ് ഇല്ലേ? അതുപോലെ തന്നെ പപ്പായയിലും ഒരുപാട് സീഡ്സ് ഉണ്ട്. ജാക്ക് ഫ്രൂട്ട്സ് ഹാവ് മെനി സീഡ്സ്. ഒരുപാട് സീഡുണ്ട്. പക്ഷെ മാംഗോയിലാണെങ്കിലോ വൺ സീഡോ ഉള്ളൂ, അല്ലേ? Some fruits such as mangoes, orange, watermelon are juicy and soft. Okay. Next is seeds remain protected inside a fruit. അതായത് സീഡ് എവിടെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് സീഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ സീഡ്സ് ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്സ് വെൻ ദേ റിസീവ് ഇനഫ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. അതായത് ഈ ഫ്രൂട്ടിനകത്തുള്ള സീഡ് അത് എന്താണ്? നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം സീഡ് നമ്മൾ കളയും. അപ്പോൾ ഈ സീഡിന് ആവശ്യമായിട്ടുള്ള സൺലൈറ്റ്, വാട്ടർ, എയർ അത് കിട്ടിക്കഴിയുമ്പോഴത്തേന് ദേ ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്. അത് ഈ സീഡ് വളർന്ന് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. ദ റൈസ്, വീറ്റ്, രജ്മ ആൻഡ് പീ ദാറ്റ് വി ഈറ്റ് ആർ സീഡ്സ് ഓഫ് പ്ലാന്റ്. നമ്മൾ കഴിക്കുന്ന റൈസും വീറ്റും അതുപോലെ രജ്മ, പീസ്, രജ്മ ഇതെല്ലാം എന്താണ്? ഓരോ പ്ലാന്റിൻ്റെയും സീഡാണ്. ഓക്കെ.
വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്? ഇനി ഫ്രൂട്ട്സിൻ്റെയും സീഡ്സിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ദാറ്റ് ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്. അതായത് സീഡിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ദാറ്റ് ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്. നമ്മൾ കഴിക്കുന്ന ഓരോ ഫ്രൂട്ടിനകത്തും എന്തുണ്ട്? സീഡുണ്ട്. ആ സീഡിൽ നിന്നാണ് ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നത്. Plants store the extra food prepared by them in their fruits and seeds. പ്ലാന്റ് അവർ പ്രിപ്പയർ ചെയ്യുന്ന എക്സ്ട്രാ ഫുഡ് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഫ്രൂട്ട്സിലും സീഡ്സിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. We are already study about roots, different types of roots and their functions, and stem and their functions. Next is leaf. Today we are study about leaf and the functions of leaf, flower, functions of flower, fruits and seeds and their functions. These are all today's topic. You study well. We will meet in the next class. Thank you.